ഇന്ത്യയുടെ ക്ഷമയും സഹിഷ്ണുതയും ഒരിക്കലും ഒരു ദൗർബല്യമായി തെറ്റിദ്ധരിക്കരുത്. പ്രത്യാഘാതങ്ങൾ എന്തായാലും ശത്രുവിനെ അവരുടെ മടയിൽ കയറി തകർക്കാൻ പുതിയ ഇന്ത്യക്ക് മടിയില്ല. ഓരോ ഭാരതീയനും വലിയ രോമാഞ്ചം നൽകുന്ന ഈ വാക്കുകൾ മറ്റാരുടെയുമല്ല, സാക്ഷാൽ അജിത് ഡോവലിൻ്റെതാണ്. പാകിസ്ഥാനെ വെറും 88 മണിക്കൂർ കൊണ്ട് മുട്ടുകുത്തിച്ച ഇന്ത്യയുടെ സമാനതകളില്ലാത്ത സൈനിക നീക്കമായ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് ആദ്യമായി തുറന്നു പറയുകയാണ് നമ്മുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ്. ഡിസ്കവറി ചാനലിൽ സംപ്രേഷണം ചെയ്യുന്ന പ്രത്യേക ഡോക്യുമെന്ററിയിലാണ് ഈ നിർണായക വെളിപ്പെടുത്തലുകളുള്ളത്. പാകിസ്ഥാനിലെയും പാക് അധീന കാശ്മീരിലെയും 9 ഭീകര ക്യാമ്പുകളാണ് ഇന്ത്യൻ സൈന്യം അന്ന് അതിവിദഗ്ധമായി ചുട്ടരിച്ചത്. ഈ വലിയ സർജിക്കൽ സ്ട്രൈക്കിന് പിന്നിൽ ഒരു കാരണമുണ്ടായിരുന്നു എന്ന് നമുക്കറിയാമല്ലോ. കഴിഞ്ഞ വർഷം ഏപ്രിൽ 22-ന് പഹൽഗാമിൽ 26 നിരപരാധികളുടെ ജീവനെടുത്ത ക്രൂരമായ ഭീകരാക്രമണം. ഇതിന് പകരം ചോദിക്കാനാണ് മെയ് 7-ന് അജിത് ഡോവലിന്റെ കൃത്യമായ ആസൂത്രണത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യൻ സൈന്യം ആരംഭിച്ചത്. ഭീകര ക്യാമ്പുകൾ തകർന്നതോടെ വിരളി പിടിച്ച പാകിസ്ഥാൻ ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് തിരിച്ചടിക്കാൻ ശ്രമിച്ചെങ്കിലും ആകാശത്ത് വെച്ച് തന്നെ ഇന്ത്യൻ സൈന്യം അതെല്ലാം തകർത്തെറിഞ്ഞു. ഒടുവിൽ ഗത്യന്തരമില്ലാതെ പാകിസ്ഥാൻ തന്നെ പോരാട്ടം നിർത്താൻ ഇന്ത്യയോട് അഭ്യർത്ഥിക്കുകയായിരുന്നു. അന്ന് പാകിസ്ഥാനിലേക്ക് നേരിട്ട് കടന്നു കയറിയുള്ള ഒരു വലിയ കരയുദ്ധത്തിന് വരെ ഇന്ത്യൻ സേന പൂർണ്ണ സജ്ജമായിരുന്നു എന്ന് മുൻ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയും ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ചുരുക്കത്തിൽ ലോകത്തിനുള്ള ഇന്ത്യയുടെ സന്ദേശം വളരെ വ്യക്തമാണ്. ഞങ്ങളെ തൊട്ടാൽ പ്രത്യാഘാതം നോക്കാതെ തിരിച്ചടിച്ചിരിക്കും. ശത്രുരാജ്യം എത്ര വലിയ ആണവ ശക്തിയാണെങ്കിലും ഇന്ത്യയുടെ അതിർത്തി കടക്കാൻ ശ്രമിച്ചാൽ അവർക്ക് സ്വന്തം മണ്ണിൽ വെച്ച് തന്നെ വലിയ വില നൽകേണ്ടി വരും എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പാകിസ്ഥാനെ വിറപ്പിച്ച ഓപ്പറേഷൻ സിന്ദൂർ. അജിത് ഡോവലിന്റെയും മറ്റ് സൈനിക തലവന്മാരുടെയും ഈ നിർണായക വെളിപ്പെടുത്തലുകൾ ഉൾക്കൊള്ളുന്ന ഡീക്ലാസിഫൈഡ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന 2 ഭാഗങ്ങളുള്ള ഡോക്യുമെന്ററി ഈ ശനിയാഴ്ച രാത്രി 9 മണിക്ക് ഡിസ്കവറി ചാനലിലും ഡിസ്കവറി പ്ലസ് സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിലും സംപ്രേഷണം ചെയ്യും. ഓപ്പറേഷൻ നേതൃത്വം നൽകിയവരുടെ നേരിട്ടുള്ള വിവരങ്ങൾ ഇതിൽ കാണാം. ജയ് ഹിന്ദ്.